തനി നാടൻ രീതിക്കുള്ള ഒരു ചക്കക്കുരു മുരിങ്ങയില കറി ആട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ രീതിക്കുള്ള ചക്കക്കുരു മുരിങ്ങയില കറിന്റെ റെസിപ്പി കണ്ടാലോ? അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഒരു കപ്പ് ചക്കക്കുരു ഇതാ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി കഴുകി എടുത്തതാണ്. ഇതൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു 1/2 സ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ചെറിയുള്ളി, കുറച്ച് എരിവിന് ആവശ്യത്തിന് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ വേണ്ട തേങ്ങേന്റെ അരപ്പൊന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ലോണം ഒന്ന് അരിഞ്ഞു പോണ്ട, ഒന്ന് ഒതുക്കി എടുത്താൽ മതിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട്. നമുക്ക് ചക്കക്കുരൊക്കെ വെന്ത് അതിന്റെ വിസിലൊക്കെ ഒന്ന് പോയി വരാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയുടെ ഇല ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്ത ഇലയാണ്. വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയതിനു ശേഷം നമുക്കിതൊന്ന് ഊരിയെടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞു പോയിട്ടില്ല, അങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട്. വെന്ത് വന്നപ്പോൾ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയുടെ ഇല കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. മുരിങ്ങയുടെ ഇല അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കാം. ഏതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇല നന്നായിട്ട് ചക്കക്കുരുവിന്റെ കൂടെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് കുറച്ച് ചക്കക്കുരു ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഉടച്ചെടുക്കണ്ട. ചക്കക്കുരൊക്കെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച ചരപ്പില്ലാതെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുതേ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഒരുപാട് ഇങ്ങനെ ലൂസായ ഒരു കറിയല്ല, ഇതൊരു കുറച്ച് കട്ടിക്കാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടാനുള്ള ഒരു വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അടുപ്പ് ചേർത്തിട്ട് ഇതാ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കും. താളിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തനി നാടൻ രീതിക്കുള്ള മുരിങ്ങയില ചക്കക്കുരു കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.